പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വളരെ നിഷ്കളങ്കമായിട്ടുള്ളൊരു സംസാരമായിരുന്നു. പ്ലസ് ടു കാരത്തിയായിട്ടല്ല തോന്നിയത്, ഒരു 5ാം ക്ലാസ്സുകാരിയായിട്ടുള്ള കൊച്ച് ഒരു പ്രണയബന്ധത്തിൽ പെട്ടിട്ട് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും വിടിവിക്കാനായിട്ട് അപ്പനും അമ്മയും കൂടി കൊണ്ടുവന്നതാണ്. ഒരുപാടൊന്നും ചോദിച്ചില്ല, ഇത്രയേ ഉള്ളൂ, ഈശോയ്ക്ക് ഇഷ്ടമാവും. അവളെന്നെ ഇങ്ങനെ ഒന്ന് നോക്കി കാര്യമായിട്ട്. ഇതുവരെ ആരും അത് ചോദിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഈശോയ്ക്ക് ഇഷ്ടമാവും? ഇല്ല, വിട്ടേക്കാം. അത്രയും ഉണ്ടായുള്ളൂ കാര്യങ്ങൾ. ഈശോയ്ക്ക് ഇഷ്ടമാവോ? ഇല്ല, വിട്ടേക്കാം. ആ ഒരു ആയിലുണ്ടെല്ലാം. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്ത് വന്ന് താണു വണങ്ങി പറഞ്ഞു, കർത്താവെ, അങ്ങേയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അങ്ങേയ്ക്ക് മനസ്സുണ്ടെങ്കിൽ, ഈശോയ്ക്ക് മനസ്സുണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ വിട്ടേക്ക്, അല്ലെങ്കിൽ എന്നെ വിട്ടേക്ക്. കുഷ്ഠരോഗിയാണെന്ന് ഓർക്കണം. മറ്റുള്ളവരുടെ മുൻപിൽ ഒന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത, ഒന്ന് പ്രത്യക്ഷപ്പെടാൻ പറ്റാത്ത, കൂടെ നടക്കാനായിട്ട് ഒരാളില്ലാത്ത സങ്കടത്തിൻ്റെ ഭാരം ഇങ്ങനെ മനസ്സിൽ പേറി നടക്കേണ്ട, ചിലപ്പോൾ മറ്റുള്ളവർ വലിച്ചെറിയുന്നത് ഭക്ഷിച്ച് തൃപ്തിയടയേണ്ടി വരുന്ന, ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളും സന്തോഷങ്ങളും എല്ലാം ഒരു ദിവസം കൊണ്ടിങ്ങനെ അസ്തമിച്ചു പോകുന്ന, ജീവിച്ചിരിക്കുന്നുവെങ്കിലും മരിച്ചവരായിട്ട് മുന്നോട്ട് പോകേണ്ടി വരുന്നൊരു ജീവിതം. എന്നിട്ട് പറയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ശുദ്ധനാക്കിയാൽ മതി. ശരിക്കും എന്താ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണേ? നിൻ്റെ മനസ്സെന്താണേലും കുഴപ്പമില്ല, എനിക്കിത് കിട്ടിയേ പറ്റുള്ളൂ, എനിക്കിത് നടത്തി തന്നേ പറ്റുള്ളൂ, എനിക്ക് ഈ സീറ്റ് കിട്ടിയേ പറ്റുള്ളൂ, എനിക്ക് ഈ കോഴ്സ് കിട്ടിയേ പറ്റുള്ളൂ, എനിക്ക് എൻ്റെ രാജ്യത്തേക്ക് പോയേ പറ്റുള്ളൂ, എനിക്കിതാ ഐസിയുവിൽ കിടക്കുന്ന ഒരാളെ തിരിച്ചു തന്നേ പറ്റുള്ളൂ, എനിക്കെൻ്റെ ഇത് മാറ്റി തന്നേ പറ്റുള്ളൂ, എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് കുറച്ചുകൂടി മുകളിലോട്ടാക്കിയേ പറ്റുള്ളൂ, നല്ല ജോലി കിട്ടിയേ പറ്റുള്ളൂ. ഇവിടെ ഒരാൾ പറയും, നിനക്ക് മനസ്സുണ്ടെങ്കിൽ മതി. അവിടെ ഒരു പെങ്കൊച്ചും പറയും, നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. കർത്താവെ, ഇനി എന്നാണ് ഇതുപോലെ നിൻ്റെ മനസ്സനുസരിക്കുന്നവരാകാൻ, അന്വേഷിക്കുന്നവരാകാൻ, അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ പഠിക്കുക. അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയും, അതൊക്കെ ശരിയാണ്, പക്ഷേ എൻ്റെ ഇഷ്ടം നടക്കണം, എൻ്റെ കുടുംബം എന്ന രാജ്യത്തിൽ എൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും തന്നെ മുന്നോട്ട് നടത്തിത്തരണം, എൻ്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് അവിടെ കാര്യങ്ങൾ പോകണം. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ പറ്റും. വലിയൊരു പ്രശ്നം പേടിയാണ്. നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തോ എന്ന് പറഞ്ഞ് ഈശോയ്ക്ക് ജീവിതം കൊടുത്താൽ ജീവിതം താറുമാറായി പോകുന്നുള്ള വിധത്തിലാണ് നമ്മളിങ്ങനെ ഇത് പറയാൻ മടിയാണിച്ചുകൊണ്ടിരിക്കണേ. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാവട്ടെ. വചനം പറയുന്ന കാര്യമാണത്. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാവട്ടെ. വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നിൻ്റെ ജീവിതത്തെ സുസ്ഥിരമാക്കാനായി അവിടെ നിന്നിങ്ങനെ സ്വർഗത്തിൻ്റെ ദൂതന്മാരെ കാവൽ നിൽക്കുന്നതൊക്കെ. കർത്താവ് ഒരു വീരയോദ്ധാവിനെ പോലെ എൻ്റെ കൂടെ നടക്കുന്നത്, ഞാൻ നിന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്നുള്ള കർത്താവിൻ്റെ വാഗ്ദാനം. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നീ ഒരു സ്വരം കേൾക്കുമെന്നുള്ള കർത്താവിൻ്റെ വചനത്തിൻ്റെ വലിയ ഉറപ്പ്. ഇതൊക്കെ എനിക്ക് മനസ്സുണ്ടെന്നുള്ളതിൻ്റെ വേറെ വേറെ വേർഷൻസ് ആണെന്നേ ഉള്ളൂ. എനിക്ക് മനസ്സുണ്ട്. കർത്താവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ, എൻ്റെ സങ്കടം പറയുമ്പോൾ, എൻ്റെ ആവശ്യങ്ങളും നിയോഗങ്ങളും ഇങ്ങനെ സമർപ്പിക്കുമ്പോൾ കർത്താവ് പറയും, എനിക്ക് മനസ്സുണ്ട്, നമുക്ക് ചെയ്യാം, പക്ഷേ ഒന്ന് വിട്ടുകൊടുക്കുക. നിനക്ക് മനസ്സുണ്ടെങ്കിൽ മതി എന്ന് പറഞ്ഞ് ചെയ്യാനായിട്ടൊന്ന് വിട്ടുകൊടുക്കുക. ഈശോയെ, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ടെന്ന് പറയാനായിട്ടുള്ള ധൈര്യം കാണിക്കുക. കർത്താവേ, അതിന് ഞങ്ങളെ പഠിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ഞാൻ എന്നുള്ള ഭാവം വിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരുടെയും ആ കാര്യങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ ഒഴിവാക്കി, ആ തമ്പുരാൻ്റെ എനിക്ക് വേണ്ടി തുടിക്കുന്ന ഹൃദയം എന്താഗ്രഹിക്കുന്നോ അതനുസരിച്ച് എൻ്റെ ജീവിതം ക്രമപ്പെടുത്തപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈശോയുടെ ആശീർവാദം വിശ്വാസത്തോടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത
സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. ഈ രാത്രിയിൽ കർത്താവിനോട് കൂടെ ആയിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ കർത്താവ് നമ്മുടെ നേരെ കൈനീട്ടുന്നുണ്ട്, നമ്മെ തൊടുന്നുണ്ട്, നമ്മെ വിശുദ്ധീകരിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സറിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കാര്യങ്ങൾ ക്രമപ്പെടുത്താനായിട്ട് ആരംഭം കുറിക്കുന്നുണ്ട് ഈ രാത്രി. അതുകൊണ്ട് തന്നെ കൃതജ്ഞതയുടെ രാത്രിയായിരിക്കട്ടെ, സ്വസ്ഥതയുടെ ശാന്തമായ ഉറക്കത്തിൻ്റെ രാത്രിയായിരിക്കട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.